ഞാൻ ഓൾറെഡി ഒരു എക്സാം എഴുതി സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു. അപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടില്ല എന്നൊരു സ്റ്റേജ് എത്തിക്കപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നൊരു സ്റ്റേജിലാണ് എത്തിയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു തന്നെയാണ് നിങ്ങളുടെ ക്ലാസ് ഒക്കെ കണ്ട് അതൊക്കെ തന്നെ. ഇപ്പം എക്സാം എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ. അതൊക്കെ തന്നെ ആയിരുന്നു ബൂസ്റ്റ്. എത്ര പ്രാവശ്യം താഴെ പോയിട്ടുണ്ട്? പലപ്പോഴും പോയിട്ടുണ്ട്. എങ്ങനെ തിരിച്ചു കയറും? അത് പഠിക്കണം, ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം തന്നെ. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് ബസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡറാണ് നമ്മുടെ ശ്രീദേവി. ആലപ്പുഴ സ്വദേശിയാണ്. 7ാം റാങ്ക് ഹോൾഡറാണ് ശ്രീദേവി. അപ്പോൾ ശ്രീദേവിയുടെ പഠന വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. മോളെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ശ്രീദേവിയുടെ? ഞാൻ MSc ബയോടെക്നോളജി കഴിഞ്ഞാണ്. MSc ബയോടെക്നോളജി ആകുമ്പോഴത്തേക്കും നമുക്ക് പേപ്പർ ഉണ്ടായിരുന്നു അല്ലേ പഠിക്കാൻ? ഒരു പേപ്പർ FSOയ്ക്കും ഉണ്ടായിരുന്നു, ബയോടെക് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാം പുതുതായിരുന്നു അല്ലേ? ഡയറി ടെക്നോളജി ഒക്കെ പുതുതായിരുന്നു. എന്നാലും മൈക്രോ കുറച്ച് നമുക്ക് ഉണ്ടായിരുന്നു. മൈക്രോ അറിയാവുന്നതായിരുന്നു. വെറ്റിനറി അതുപോലെ ഡയറി പുതുതായിരുന്നു. അപ്പോൾ ഈ നമുക്ക് നേരത്തെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ ഇല്ലായിരുന്നു. ഇതെന്നാ ധാരണ കിട്ടി? PSCയുടെ ബയോടെക്നോളജി വിളിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എക്സാം എഴുതി ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു. അപ്പം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടില്ല എന്നൊരു സ്റ്റേജ് എത്തിക്കപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നൊരു സ്റ്റേജിലാണ് എത്തിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു തന്നെയാണ് ഇതിലേക്ക്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇത്തരത്തിൽ ഒരു തുടക്കത്തിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ സഹകാരിയിൽ കാണുന്നത് യൂട്യൂബിലൊരു ഡെമോ ക്ലാസ് വഴിയായിരുന്നു. ഞാൻ അതിന് മുന്നേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തിരുന്നു. പക്ഷേ അവിടുത്തെ ക്ലാസ്സുകൾ എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നിയിരുന്നില്ല. അങ്ങനെ ഞാൻ തപ്പി വന്നപ്പോഴാണ് യൂട്യൂബിൽ സഹകാരിയിലെ കണ്ടത്. ക്ലാസ്സുകൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തത്. ക്ലാസ്സുകൾ കണ്ടപ്പോൾ വളരെ നല്ലതായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. ആ സമയമായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുറെ എല്ലാം കവർ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ആ സമയത്ത് ടൈം ടേബിൾ ആയിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു. ക്രാഷ് വരുമ്പോൾ എപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് കുറയും. അപ്പം ആ സമയത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം 400ഓളം വീഡിയോ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഞാനൊരു 7-8 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ആ നിങ്ങളുടെ ടൈം ടേബിളിനൊപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി 10 മണിക്കൂറൊക്കെ എന്തായാലും പഠിക്കുമായിരുന്നു. അപ്പോൾ അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ടാണ്. കാര്യം അതാണ് എനിക്ക് സംശയം തോന്നി. കാര്യം ക്ലാഷിൽ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു എക്സലൻസിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും എഫേർട്ട് ഇട്ടാലേ പറ്റുള്ളൂ. കാര്യം ക്ലാഷ് വരുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, കണ്ടന്റ് ഒന്നും കുറയുന്നില്ല, ക്ലാസ്സിൻ്റെ എണ്ണം കൂടുതലാവുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ അസൈൻ ചെയ്ത് തരുന്ന ക്ലാസ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ ക്ലാസ് കാണുന്നത് തന്നെ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അത് പിന്നീട് അതൊന്ന് റിവൈസ് ചെയ്യലോ, ക്ലാസ്സിൽ കണ്ട് അങ്ങനെ പഠിച്ച് അങ്ങനെ തന്നെ പോകുമായിരുന്നു. പിന്നീട് എടുത്തിരുന്നത് മറ്റേ വീക്ക്ലി എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഡെയിലി എക്സാമിനേഷൻ കൃത്യമായിട്ട് എഴുതി പോകുന്നുണ്ടായിരുന്നോ? ഓരോ ക്ലാസ് വൈസ് വരുന്ന എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് സാറിന്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അത് എലിമിനേഷൻ തന്നെയാണ് ചെയ്തത്. അതെ. എക്സാമിന് പോയപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആദ്യ 10ൽ ഒരാളാവുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് ശ്രീദേവിക്ക് അതിൻ്റെ ഒരു വെയിറ്റ് എത്ര എന്ന് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നാട്ടിലേക്ക് അറിഞ്ഞ പറഞ്ഞിട്ടില്ല. ജോലി കിട്ടിയിട്ട് പറയാൻ. അപ്പൊ വീഡിയോ വന്നിട്ട് നീ സ്റ്റാറ്റസ് ഒന്നും ആക്കിയില്ല? ഓക്കെ, ജോലി കിട്ടാതിരിക്കില്ല കേട്ടോ, അത് ഉറപ്പാണ്. കാരണം നമുക്ക് ആദ്യത്തെ അഡ്വൈസ്, എത്രാമത്തെ അഡ്വൈസ് നോക്കിയാൽ മതി. എന്തായാലും ഫസ്റ്റ് അഡ്വൈസ് വരട്ടെ, അതിന് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് സ്റ്റാർ ആയി കാണുന്നു. ഓക്കെ ഓക്കെ. നേരത്തെ വന്നത് പറഞ്ഞല്ലേ? നേരത്തെ വന്നത് കുറച്ചുപേരെ അറിഞ്ഞിരുന്നു. ജോലി കിട്ടാഞ്ഞപ്പോ കിട്ടിയോ എന്നുള്ള ചോദ്യം അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വരട്ടെ, വന്നിട്ട് അഡ്വൈസ് വന്നിട്ട് ഗ്രാൻഡ് ആയിട്ടും പറയാം. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പം ടോട്ടൽ ഓവറോൾ നമ്മുടെ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ജോലി കിട്ടും എന്നൊരു ഹോപ്പുണ്ട്. നല്ലൊരു ഹോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നേരം മോളെ ഫാമിലിന്ന് അമ്മയും ചേട്ടനും ഒക്കെ സപ്പോർട്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ് ഒക്കെ കണ്ട് അതൊക്കെ തന്നെ. ഇപ്പം എക്സാം എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ.
അതൊക്കെ തന്നെ ആയിരുന്നു ബൂസ്റ്റ്. ബൂസ്റ്റ് എത്ര പ്രാവശ്യം താഴെ പോയിട്ടുണ്ട്? പലപ്പോഴും പോയിട്ടുണ്ട്. എങ്ങനെ തിരിച്ചു കയറും? അത് പഠിക്കണം, ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം ആവേശവും ആഗ്രഹവും അല്ലേ? ഓക്കെ. അതുപോലെ നിനക്ക് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിച്ചതെല്ലാം. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാത്തുണ്ടായിരുന്നു. മാർക്ക് എത്ര കിട്ടി ഇന്റർവ്യൂ? മാർക്ക് 13 മാർക്ക്. 13 മാർക്കും കിട്ടി. 13 മാർക്ക് വളരെ ഡെട്രിമെന്റിലായി അല്ലേ? ഉറപ്പായിട്ട് 7ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു മാർക്ക് ചവിട്ടിപ്പോയാൽ തന്നെ നമ്മൾ ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ വ്യക്തിയാണ് ശ്രീദേവി. ശ്രീദേവി, നമുക്ക് ഇപ്പോൾ എത്ര വയസ്സ്? 27 വയസ്സ്. ഓക്കെ. അപ്പോൾ അറ്റൻഡ് ഏർലി ഏജ് എന്ന് തന്നെ പറയാം. നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഒരു വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇനിയിപ്പോൾ CFS ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാറുള്ളത്? പഠിക്കാനാണെങ്കിൽ സ്വകാര്യയിലെ കോഴ്സ് എടുക്കാം. ഇവർ തരുന്ന ടൈം ടേബിളും ക്ലാസ്സുകളും തന്നെ നിങ്ങൾക്ക് ധാരാളമായിരിക്കും. ക്ലാസ്സുകൾ കണ്ട് അത് റിവൈസ് ചെയ്ത് ടെസ്റ്റ് സീരീസ് എടുത്ത് റിവൈസ് ചെയ്യുന്നതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റിവൈസ് ചെയ്ത് ആ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലേക്ക് ഉറപ്പിച്ച് എക്സാം എഴുതിയാൽ മതി. അതൊക്കെ തന്നെ ധാരാളമാണ്. ഒരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ്.